الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും മുഅ്മിനായി മുത്തഖിയായി മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നെന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അള്ളാഹു എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത്, എല്ലാ സൃഷ്ടിജാലങ്ങളും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവിൻ്റെ അടിമകളാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമയാണ്. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ. അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് വിശ്വാസികളെ അല്ല, നിഷേധികളെ, ഒന്നും അറിയാത്തവരെ, എല്ലാവരും. പക്ഷേ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവരെ രണ്ടായി തിരിക്കുന്നുണ്ട്. എങ്ങനെ? ആബിദുൻ ഷാക്കിർ വ ആബിദുൻ കാഫിർ, ഔ ഇബാദുൻ ശുകൂർ വ ഇബാദുൻ കഫൂർ. ആ ഒരു തരംതിരിവ് മനുഷ്യന്റെ പരീക്ഷണമാണ്. അതാണ് അവനുള്ള ഇവിടുത്തെ ടെസ്റ്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എല്ലാവരെയും ഇബാദായി സൃഷ്ടിച്ചിട്ട് അടുത്ത ഗ്രേഡ് ഉണ്ട്, അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിന് രണ്ട് അറകളുണ്ട്. രണ്ടാലൊരറകളിലേക്കുള്ള കടന്ന് കയറ്റമാണ് അവന്റെ ജീവിതത്തിലെ പരീക്ഷണം. അതിനാവശ്യമായ എല്ലാ ഫെസിലിറ്റിയും അള്ളാഹു അവന് കൊടുത്തിട്ടുണ്ട്. ഭാഷ, ചിന്താ കഴിവ്, അന്വേഷണം, അറിവ്, പഠിക്കാനുള്ള ലേണിംഗ് ടൂൾസുകൾ എല്ലാം കൊടുത്തു. പോരാത്തതിന് അതിന്റെ സിലബസും. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. മനുഷ്യനെ നാം ഇന്നാ ഹദൈനാഹു സബീൽ, അവന് നാം വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാണത്? ഇമ്മാ ശാകിറൻ, ഒന്നുകിൽ അവൻ നന്ദിയുള്ള അടിമയായി മാറാൻ, അല്ലെങ്കിൽ ഇമ്മാ കഫൂറൻ, അല്ലെ നന്ദി കെട്ടവനായി മാറാൻ. അപ്പോൾ അത് രണ്ടിനും മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ അടുക്കൽ നിന്നുള്ള മനഃപൂർവമുള്ള പഠനവും പരിശ്രമവും തെരഞ്ഞെടുപ്പും ആവശ്യമാണ്. ആ ഒരു ഇഖ്തിയാർ നമ്മുടെ അടുക്കൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഇഖ്തിയാർ എന്താണ്? ആ ചോയ്സ് എന്താണ്? ആ മേഖലയിൽ നമ്മുടെ പരിശ്രമം എന്താണ്? ആ പരിശ്രമമാണ് നമ്മളെ നന്ദിയുള്ളവനാക്കുന്നതോ നന്ദി കെട്ടവനാക്കുന്നതോ? നന്ദിയുള്ളവനാവുക എന്നതാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടത്. ഇബാദത്തു ശുക്ർ, നന്ദി തന്നെ ഒരു ആരാധനയാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്താണ്. ആ ഇബാദത്തിൽ നന്ദി ചെയ്തു കൊണ്ടുക എന്നത് തന്നെ അവനൊരു ഇബാദത്താണ്. എന്തിനാണ് നന്ദി? അള്ളാഹുവിന്റെ പോലും, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമം പോലും അള്ളാഹു പറഞ്ഞത് അഷ്ഷക്കൂർ എന്നാണ്. അള്ളാഹു ഷക്കൂറാണ്. ലിമാദ അള്ളാഹു ഷക്കൂർ ഇലാമൻ ഷാക്കിർ. അള്ളാഹുവിന് ആരോടാ നന്ദി കാണിക്കേണ്ടത്? അള്ളാഹു ഷക്കൂറാണെന്ന് പറഞ്ഞാൽ യാനി
വയഖ്ബലു മിനൽ അമലിൽ യസീരി അൽ കസീർ. അല്ലാഹു ഒരു യസീറായ ലളിതമായ ഒരു അമൽ ചെയ്താൽ അവന് ധാരാളമായി അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. വയുസീബു അലൈഹി അസ്സവാബുൽ ജസീൽ, ഒരു ചെറിയ കാര്യത്തിന് വലിയ പ്രതിഫലം കൊടുക്കും. യജ്സി ബിൽ ഹസനത്തി അശറ അംസാലിഹാ, അല്ലാഹു ഒരു ഹസനത്തിന് 10, അതുപോലെ അതിന് തത്തുല്യമായതോ അതിന് 10 തുല്യമായതോ 70 700 ഇലാ അൽആഫിൻ കതീറ. എന്താ കാരണം? അത് മനുഷ്യനെ അല്ലാഹു പഠിപ്പിക്കാണ്. നിനക്കൊരു നിഅമത്ത് കിട്ടിയാൽ നീ എന്ത് ചെയ്യണം? ആ നിഅമത്തിന് നീ നന്ദി കാണിക്കണം. ആ നന്ദി എങ്ങനെയാണ്? ആ നന്ദി ആരാണോ ആ നിഅമത്തിന്റെ ദാതാവ് തന്നത് അവന്റെ താല്പര്യത്തിനനുസരിച്ച് അതിനെ ഉപയോഗിക്കുക എന്നതാണ്. സഹോദരന്മാരെ, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ? ലഇൻ ശക്കർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന് അതിൽ എന്തെങ്കിലും ഒരു വർധനവുണ്ടാകുമെന്നല്ല, അത് നിങ്ങൾക്ക് അവൻ വർദ്ധിപ്പിച്ചു തരും. അപ്പോ ശുക്രിന് 2 അർത്ഥമുണ്ട്. അൽ ഹിഫാദു അലാ അൽ ഹിഫ്ളു അലാ നിഅമ വസിയാദതു ഫി നിഅം. ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ നിനക്ക് ലഭിച്ച നിഅമത്തിനെ അത് അവിടെ നിലനിർത്തുക. അതിന്റെ ഒരു കാരണം ശുക്രിലൂടെയാണ് നിഅമത്ത് നിലനിൽക്കുള്ളൂ. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ നിഅമത്തുകളൊന്നും എണ്ണി നോക്കി ഒരു മനുഷ്യനും എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അതിനൊക്കെ നന്ദിയുണ്ട്. ആ നന്ദി ചെയ്യുന്നതിലൂടെ ആ നിഅമത്തുകളെ നിലനിർത്തും. പിന്നെന്ത് സംഭവിക്കും? പിന്നെ വയസീദു ഫീ, ആ നിഅമത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകും. എന്നാൽ കുഫ്റിലൂടെ എന്താ ഉണ്ടാവുക? നഖമുണ്ടാകും. അഥവാ ആ നന്ദി ചെയ്യേണ്ട നിഅമത്തിനെ ഒന്നുകിൽ അല്ലാഹു അവരിൽ നിന്ന് പിടിച്ചെടുക്കും, അതല്ലെങ്കിൽ ആ നിഅമത്തിന് അല്ലാഹു ഒരു ദുരന്തം ശിക്ഷയായി നൽകും. എന്റെ നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിഅമത്തിനെ തിരിച്ചറിയുകയും അതിന് നന്ദി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനാണ്. എന്നാൽ ഗഫലത്തിൽ കഴിയുന്നവനോ അള്ളാഹുവിന്റെ നിഅമത്ത് അവൻ ആസ്വദിച്ചു കൊണ്ടിരിക്കും. യതമത്തഉ നിഅമില്ലാഹ് വലാകിൻ യൻസാ ശുക്റലില്ലാഹ്. അവൻ അള്ളാഹിന്റെ ശുക്രിനെ മറന്നുകൊണ്ടിരിക്കും. ഹത്താ യൻതഖിമുല്ലാഹ്, അള്ളാഹു അവനിൽ നിന്നൊരു പ്രതികാരം എടുക്കുന്നത് വരെ. അപ്പോഴെന്തുണ്ടാകുക? അഫാഖ മിൻ നൗമിഹി, അവൻ അവന്റെ ഉറക്കിൽ നിന്നുണരും. യാ അല്ലാഹ്, അവൻ വിളിക്കും, അവൻ അള്ളാഹുവിനെ വിളിക്കും. പടച്ചോനെ എന്നവൻ വിളിക്കും. നിങ്ങൾ നോക്കി, നമ്മുടെ നാട്ടിലിപ്പോ ദുരന്തങ്ങൾ, പ്രകൃതി മഴയെ തുടർന്ന് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കുന്നു മനുഷ്യന്മാർ. ആ ദുരന്തങ്ങളിൽ പല ആളുകളും അന്നേ വരെ ഇതൊക്കെ അള്ളാഹിന്റെ നിഅമത്തായിരുന്നു എന്ന് ഓർക്കാത്തവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ്, ഒരു ഫോട്ടോ കണ്ടു. ഒരു മനുഷ്യൻ അവന്റെ പറമ്പിന്റെ ഗേറ്റിൽ വളരെ ഉയരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അനുവാദമില്ലാതെ പറമ്പിൽ പ്രവേശിക്കരുത്. അനുവദനീയമായ ഒരു കാര്യമാണ്, കാരണം അവനാന്റെ കാര്യങ്ങൾ. പക്ഷേ അവിടെ ആ പറമ്പിൽ അത് എഴുതി വെച്ച ബോർഡിന്റെ അടുത്ത് വരെ വെള്ളം അങ്ങ് കയറി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ പാടം. ഒരാളും ആ വെള്ളം ഒരു ഉടമയോടും അനുവാദം ചോദിച്ചിട്ടില്ല. കാരണം നമ്മുടെ അടുത്തുള്ളത് എന്തുണ്ടോ അത് മിൻ ഇൻദില്ല, അതൊരു ഉടമയുടേതാണ്, നമ്മുടേതല്ല. ആ ഉടമക്ക് വേണ്ടി നമ്മൾ നന്ദി ചെയ്യണം. സഹോദരന്മാരെ, ആ അബ്ദ് എന്ന മർഹലയിൽ നിന്ന് അബ്ദുൻ ഷാക്കിർ എന്ന മർഹലയിലേക്കുള്ള നടത്തമാണ് പർപ്പസ് ഓഫ് ദ ലൈഫ്, ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനെന്താ വേണ്ടത്? എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തുക? വമിൻ വസാഇലിൻ നിഅം ശുക്റിൽ നിഅം. ഒന്ന് അദ്ദുആ ലിത്തൗഫീഖ്. ആദ്യം വേണ്ടത് ഇത് തന്ന പടച്ചോനോട്, പടച്ചോനെ നീ കുറെ നിഅമത്ത് എന്നിൽ ഉണ്ടാക്കി വെച്ചു, ഇതിന് നന്ദി ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പറയുന്നുണ്ട് ഖുർആൻ. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ നീ എന്നെ മോട്ടിവേറ്റ് ചെയ്യണമേ എന്ന് അതിന്റെ അർത്ഥം. കാരണം മോട്ടിവേഷന്റെ കാലാണല്ലോ ഇപ്പോ. മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ നമ്മൾ ഇളകുള്ളൂ. ദ റിയൽ മോട്ടിവേഷൻ കം ഫ്രം അല്ലാഹ്. എവിടുന്നാ വരുന്നേ? ഉള്ളിന്ന് വരണം, അത് അല്ലാഹ് ഇടണം. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ. തീർന്നില്ല, വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കളും. ഒരു പക്ഷെ അവർ അത്ര പെർഫോമൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ പടച്ചോനെ എനിക്കതിന് പകരം ചെയ്യാൻ തൗഫീഖ് നൽകണേ.
റസൂൽ പറയാണ്, മുആദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചു പറഞ്ഞു, മുആദ് വല്ലാഹി ഇന്നി ഉഹിബ്ബുക. 3 പ്രാവശ്യം പറഞ്ഞു, എനിക്ക് നിന്നെ വല്ല ഇഷ്ടാണ്. അതുകൊണ്ട് ഞാൻ ഊസിക യാ മുആദ് ലാ തദ്ഉന്ന ഫീ ദുബുരി കുല്ലി സലാത്തിൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. പടച്ചോനെ, നിനക്ക് നന്ദി ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാതെ ഒരു നമസ്കാരത്തിന് ശേഷം നീ എഴുന്നേറ്റ് പോകരുത്. അതേപോലെ തന്നെ രണ്ടാമത്തേത് വമിൻ തിൽക്കൽ വസായിൽ അൽ ഇഅ്തിറാഫു ബിനിഅമില്ലാഹി വദിക്രിഹാ. അല്ലാഹുവിന്റെ നിഅമത്ത് ഓർമ്മിക്കുക, അത് അംഗീകരിക്കുക, റെക്കഗ്നൈസ് ദി ബ്ലെസ്സിംഗ് ഓഫ് അല്ലാഹ്. ഞാനിപ്പോ അടുത്ത ദിവസം നിങ്ങൾ കണ്ടിട്ടോ, നമ്മുടെ നാട്ടില് ജംഷീർ എന്ന് പറയുന്ന ഒരു പാട്ടുകാരന്റെ അറിയില്ല, എനിക്ക് കൈകൾ, ശരീരത്തിലെ എല്ലുകള്, ഒരാളെ തൊട്ടടുത്ത് നിന്ന് തുമ്മിയാൽ അവന്റെ ശരീരത്തിൽ എല്ല് നുറുകിപ്പോവും. ആ കുട്ടിയുടെ അടുത്ത് ഒരാൾ ചെന്ന് അവന്റെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ അവ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, അൽഹംദുലില്ലാഹി അലാ. ഞാൻ വളരെ ഹാപ്പിയാണ്, അൽഹംദുലില്ലാ. എന്തിനായി പറയുന്നത്? ആരായി പറയുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കുട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫിഫയുടെ ഖത്തറിന്റെ വേൾഡ് കപ്പിലെ ഗ്രൗണ്ടിലൊക്കെ കണ്ട ആസിം എന്ന് പറയുന്ന ഒരു ചെറിയവൻ, ഒരു ചെറുപ്പക്കാരൻ ചെക്കൻ, 10, 18, 16 വയസ്സായ ഒരു മകൻ. അവന് 2 കൈയില്ല, 2 കാലുമില്ല. ലോകത്തുള്ള പല ഒളിമ്പിക്സുകളിലും റെക്കോർഡ് നേട്ടം നേടിയ മോനാണ്. ആ മോന് എല്ലാ കാര്യങ്ങളും അവന്റെ കാലിന്റെ മുകളിൽ പിടിപ്പിച്ച ഒരു കഷ്ണം കൊണ്ടാണ് ചെയ്യുന്നത്. എല്ലാ സ്മാർട്ട് ഫോണും ടാബും എല്ലാം ഉപയോഗിക്കും. ആ മകൻ എല്ലാ കാര്യങ്ങളും അവന്റെ കാല് കൊണ്ട് എടുക്കുക, മറക്കുക, എല്ലാം ചെയ്യുക, ബുക്കൊക്കെ. ആ മകൻ ആരാന്നറിയുന്നത്? ഹാഫിദ് കൂടിയാണ്. സുബ്ഹാനല്ലാഹ്, ഹാഫിദ്, ഖുർആൻ ഹാഫിദാണ്. ഒരു ഖുർആൻ ഹാഫിദിന് ജീവിതത്തിൽ എത്ര വട്ടം ഖുർആൻ മറിക്കേണ്ടി വരും? കാലുകൊണ്ട് എല്ലാ സാധനം ചെയ്യും, പക്ഷെ ഖുർആൻ മറിക്കുമ്പോ കാലുകൊണ്ട് മറിക്കുന്നതിൽ എന്തോ ഒരു നന്ദികേടുണ്ടാവും തോന്നില്ലേ? നിങ്ങൾക്കറിയാം ആ മകൻ എന്തുകൊണ്ടാ ഖുർആൻ മറിക്കുന്നതെന്ന്? മൂക്ക് കൊണ്ടാ മറിക്കുക. സുബ്ഹാനല്ലാഹ്, അൽ ഇഅ്തിറാഫു ബിനിഅമില്ലാഹ്. എന്നിട്ട് നമ്മളെ കംപ്ലൈന്റ് ആണ്. നമ്മൾക്ക് എന്തെല്ലാം കംപ്ലൈന്റുകൾ ഉണ്ട് അള്ളാഹുവിനോട്. എനിക്ക് അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല. ഉള്ള തന്ന നിഅമത്തുകളെ തിരിച്ചറിയുക. നമ്മൾ പറയില്ലേ, ഹാഫ് ബോട്ടിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. എന്താ ഹാഫ് ബോട്ടിൽ ആറ്റിറ്റ്യൂഡ്? ഒരു പകുതി ഉള്ള വെള്ളമുള്ള ഒരു കുപ്പി എടുത്തിട്ട് ഒരാളോട് ചോദിച്ചാൽ ഇതിനെ നീ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും എന്ന് ചോദിച്ചാൽ പറയും അത് പകുതി കാലിയായ കുപ്പി എന്ന് പറയും ഒരാൾ. ചില ആള് പറയുന്നത് പകുതിയും വെള്ളമുള്ള കുപ്പി. അത് രണ്ടും 2 ആറ്റിറ്റ്യൂഡാ. പകുതി കാലിയായ കുപ്പി എന്ന് പറഞ്ഞവൻ അതിലേക്ക് നോക്കിയത് അതിലില്ലാത്തതിനെയാണ്. പകുതി വെള്ളമുള്ള കുപ്പി എന്ന് പറഞ്ഞവൻ അതിലേക്ക് നോക്കിയത് അതിലെന്തൊക്കെ ഉണ്ട് എന്നതിലേക്കാണ്. അല്ലാഹ് പറഞ്ഞത് എന്താ? റസൂൽ നമ്മളോട് പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളേക്ക് ഏറ്റവും താഴെയുള്ളവരിലേക്ക് നോക്കൂ നിങ്ങൾ. വലാ തൻദുറു ഇലാ മൻ ഫൗഖകും, നിങ്ങളെക്കാളും കൂടുതലുള്ളവനിലേക്ക് നിങ്ങൾ നോക്കരുത്. കാരണം എന്താ? ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. അല്ലാഹ് നിങ്ങൾക്ക് എന്താ ചെയ്തത് എന്ന് മനസ്സിലാവണേ, തിരിച്ചറിയാൻ ഏറ്റവും നല്ലത് അതാ. ആ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ അത് തിരിച്ചറിഞ്ഞാൽ അടുത്തത് എന്താണ്? ഇസ്തിഅമാലു നിഅമതി ഫീ മറാദില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ഈ നിഅമത്തിനെ കൈകാര്യം ചെയ്യുക എന്നതാണ്. അല്ലാഹു തന്ന നിഅമത്ത് അല്ലാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച്. മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്നത് കുഫ്റിലേക്കുള്ള വഴിയാണ്. മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്നത് കുഫ്റിലേക്കുള്ള കുഫ്റിലേക്കുള്ള വഴിയാണ്. മറിച്ച് എന്റേത് ലില്ലാ, അല്ലാഹുവിന്റേതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ അവന്റേതാണ്, അവനിലേക്ക് മടങ്ങുന്നതാണ്. ഫ്രം അല്ലാഹ് ടു അല്ലാഹ്. അതിന്റെ ഇടയിൽ ഒരൊറ്റ മിഡിൽ, ഒരൊറ്റ സ്പേസേ ഉള്ളൂ. അതെന്താ? ഒന്നുകിൽ ഫോർ അല്ലാഹ്, അതല്ലെങ്കിൽ വേറെ ആരും വെക്കാം. ഫോർ ഇൻ ദ ദുനിയ, ഫോർ യുവർ സെൽഫ്, ബട്ട് ഓൺലി വൺ ആക്സെപ്റ്റഡ് ഫോർ അല്ലാഹ്. അതാണ് ശുക്രിലേക്കുള്ള വഴി. ആ ഒരു ചെറിയ ടേം ഉണ്ടല്ലോ, ആ ഒരു 3 ഫാക്ടിലെ മിഡിലെ ടേം, ആ ടേം കൂടി നീ അള്ളാഹുവിനെ ആക്കുക എന്നതാണ്. ഇസ്തിഅമാലു നിഅമത്തില്ലാഹി ലിമർദാത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ നിഅമത്തുകൾ അവനു വേണ്ടി ഉപയോഗിക്കുന്ന നന്ദിയുള്ള അടിമകളിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചോർത്ത് അതിന് നന്ദി ചെയ്യാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ട് ജീവിതത്തെ അവൻ്റെ പരിധിക്കുള്ളിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്നേയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, അള്ളാഹു നൽകിയ എല്ലാ നിഅമത്തുകളും അതിൻ്റെതായ ഒരു ലിമിറ്റിലേ നമ്മൾ ഉപയോഗിക്കാനും പാടുള്ളൂ. അല്ലേ? അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതിലേറ്റവും വലിയ നിയമത്തുകളിൽ ഒന്നാണ്, ഇന്ന് വിലപിടിപ്പുള്ള ഒന്നായി മാറിയ ഒന്നാണ് നമ്മുടെ കരണ്ടും നമ്മുടെ വെള്ളമൊക്കെ.